നമസ്കാരം. ശൈല ടീച്ചറിന്റെ മലയാളം ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് മാധവിക്കുട്ടിയുടെ അമ്മ എന്ന പാഠഭാഗമാണ് പഠിക്കുന്നത്. ആ പാഠഭാഗം പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് എബ്രഹാം ലിങ്കൺ അമ്മയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഒന്ന് നോക്കാം. ലോകത്ത് ഞാൻ വായിച്ച ഏറ്റവും വലിയ പുസ്തകം എൻ്റെ അമ്മയാണ്. പാഠഭാഗത്തേക്ക് കടക്കുന്നതിന് മുമ്പ് ബഷീറിന്റെ അമ്മ എന്ന കഥ നമുക്കൊന്ന് നോക്കാം. ഒരു ദിവസം ആരോടും പറയാതെ വീട് വിട്ടിറങ്ങിയ ബഷീർ എറണാകുളത്തും അവിടെ നിന്ന് ഷൊർണൂരും തുടർന്ന് കോഴിക്കോട്ടും എത്തിച്ചേരുന്നു. അവിടെ എത്തിയ ശേഷം അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേരുന്നു. ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നു. അതിനുശേഷം തിരിച്ച് ജയിലിൽ നിന്ന് വിമോചിതനായപ്പോൾ തന്റെ അമ്മയെ കാണണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹം തോന്നി. അങ്ങനെ വൈക്കത്തെത്തുന്നു. അപ്പൊ പണ്ടത്തെ കാലത്ത് ഇതുപോലെ ടെലിഫോൺ സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് വരുമെന്നൊന്നും വിളിച്ചു പറയാൻ ഒരു നിർവാഹവുമില്ല. രാത്രി വളരെ വൈകിട്ടാണ് ബഷീർ അമ്മയുടെ അടുത്ത് എത്തിച്ചേരുന്നത്. ആ സമയത്ത് ബഷീർ പറയുന്നത് പോലെ ലോകമെങ്ങും കൂർക്കം വലിച്ചുറങ്ങുന്ന സമയമെന്നാണ്. ആ സമയത്ത് അവിടെ എത്തിച്ചേരുന്ന ബഷീർ കാണുന്നത് മകനു വേണ്ടി ചോറും കറിയും ഉണ്ടാക്കി വെച്ച് കാത്തിരിക്കുന്ന അമ്മയാണ്. കൈകാൽ കഴുകി വന്ന ഉടനെ അമ്മ മകന് ചോറ് വിളമ്പി കൊടുക്കുന്നു. അപ്പൊ ബഷീർ അമ്മയോട് ചോദിച്ചു, അമ്മ എങ്ങനെ അറിഞ്ഞു ഞാൻ വരുമെന്ന്? ബഷീറിന്റെ അമ്മയുടെ മറുപടി ഇപ്രകാരമായിരുന്നു, ഞാൻ നിന്നെ പ്രതീക്ഷിച്ച് എല്ലാ ദിവസവും ചോറ് വിളമ്പി കാത്തിരിക്കാറുണ്ട്. ഇങ്ങനെയാണ് എല്ലാ അമ്മമാരും. എന്നാൽ ഇന്ന് അമ്മമാരെ ഉപേക്ഷിച്ചു പോകുന്ന സമൂഹമായിട്ട് നാം മാറിയിരിക്കുന്നു. വിദേശങ്ങളിലേക്ക് ചേക്കേറുമ്പോൾ സ്വന്തം അമ്മയെയും അച്ഛനെയും മറന്നുപോകുന്ന മക്കളായി നമ്മളും മാറിയിരിക്കുന്നു. പ്രശസ്ത എഴുത്തുകാരിയായ മാധവിക്കുട്ടിയുടെ കഥയാണിത്. 1960 ജി ശങ്കരക്കുറുപ്പിന്റെ പത്രാധിപത്യത്തിൽ എറണാകുളത്തു നിന്ന് പ്രസിദ്ധീകരിച്ചിരുന്ന തിലകം മാസികയിലാണ് അമ്മ എന്ന കഥ ആദ്യമായി അച്ചടിച്ചു വന്നത്. വലിയ ഉദ്യോഗസ്ഥനായ ഒരു മകൻ തന്റെ അന്തസ്സിന് ചേർന്നതല്ല അമ്മയെന്ന് തോന്നിയപ്പോൾ അമ്മയെ മറ്റൊരു വീട്ടിൽ കൊണ്ടുപോയി താമസിപ്പിച്ചു. ആ അമ്മയെ മാധവിക്കുട്ടിക്ക് നല്ല പരിചയമുണ്ടായിരുന്നു. അതിനാൽ തനിക്കറിയാവുന്ന ആ അമ്മയുടെ കഥയാണ് ഈ ചെറുകഥയ്ക്ക് വിഷയമായതെന്ന് മാധവിക്കുട്ടി കോഴിക്കോട് വെച്ച് കേരള സാഹിത്യ സമിതി സംഘടിപ്പിച്ച ഒരു നോവൽ ക്യാമ്പിൽ പറയുകയുണ്ടായി. ഇന്നത്തെ പോലെ വൃദ്ധസദനങ്ങളൊന്നും ഇല്ലാതിരുന്ന, കൂട്ടുകുടുംബ വ്യവസ്ഥിതി നിലനിന്നിരുന്ന ഒരു കാലത്താണ് മാധവിക്കുട്ടി അമ്മ എന്ന കഥ എഴുതുന്നത്. ഇനി നമുക്ക് മാധവിക്കുട്ടിയെക്കുറിച്ചൊന്ന് നോക്കാം. മാധവിക്കുട്ടി ജനനം 1934 മാർച്ച് 31, മരണം 2009 മെയ് 31. 1934 മാർച്ച് 31 ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമായിരുന്ന മലബാർ ജില്ലയിൽ ഉൾപ്പെട്ട പുന്നയൂർ കുളത്ത്, നിലവിലത് തൃശൂർ ജില്ലയിലാണ്, നാലപ്പാട്ട് തറവാട്ടിൽ മാധവിക്കുട്ടി ജനിച്ചു. അമ്മ കവയിത്രിയായ ബാലാമണി അമ്മ, അച്ഛൻ മാതൃഭൂമി ദിനപത്രത്തിന്റെ മുൻ എഡിറ്ററായ VM നായർ. 15-ാം വയസ്സിൽ മാധവിക്കുട്ടിയുടെ വിവാഹം IMF സീനിയർ കൺസൾട്ടന്റ് ആയിരുന്ന മാധവദാസുമായി നടന്നു. അദ്ദേഹം 1992 മരിച്ചു. മാധവിക്കുട്ടി 1999 ഇസ്ലാം മതം സ്വീകരിക്കുകയും കമല സുരയ്യ എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്തു. 2009 മെയ് 31 പൂനെയിൽ വെച്ചു മരിച്ചു. മൃതദേഹം തിരുവനന്തപുരം ജുമാ മസ്ജിദിൽ ഖബറടക്കി. ഇംഗ്ലീഷ് മലയാളം സാഹിത്യകാരിയായിരുന്നു മാധവിക്കുട്ടി. മലയാളത്തിലും ഇംഗ്ലീഷിലുമായി കവിത, ചെറുകഥ, ജീവചരിത്രം എന്നിങ്ങനെ നിരവധി സാഹിത്യ സൃഷ്ടികൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. മലയാള രചനകളിൽ മാധവിക്കുട്ടി എന്ന പേരിലും ഇംഗ്ലീഷ് രചനകളിൽ കമലാദാസ് എന്ന പേരിലുമാണ് അവർ രചനകൾ നടത്തിയിരുന്നത്. 1984 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനത്തിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു. അനാഥരായ അമ്മമാരെയും സ്ത്രീകളെയും സംരക്ഷിക്കുവാനും മനുഷ്യത്വ പ്രവർത്തനങ്ങൾക്കുമായി മാധവിക്കുട്ടി സ്ഥാപിച്ച ട്രസ്റ്റാണ് ലോക് സേവ ചാരിറ്റബിൾ ട്രസ്റ്റ്. ഇനി അവരുടെ കൃതികളിലൊന്ന് നമുക്ക് നോക്കാം. മാധവിക്കുട്ടിയുടെ ആത്മകഥയായ എൻ്റെ കഥ, മൈ സ്റ്റോറി ഇംഗ്ലീഷ് അടക്കം 15 ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടു. കടൽ മയൂരം, പക്ഷിയുടെ മണം, നഷ്ടപ്പെട്ട നീലാംബരി, ചന്ദനമരങ്ങൾ, നീർമാതളം പൂത്തകാലം, കോലാട്, കീറിപ്പൊളിഞ്ഞ ചകലാസ്, നെയ്പായസം, രോമകുപ്പായം എന്നിവ ആവിഷ്കാരത്തിൽ വ്യത്യസ്തത പുലർത്തുന്നവയാണ്. അമ്മ എന്ന കഥ എഴുതാനുണ്ടായ സന്ദർഭം ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ. ഇനി നമുക്ക് ആ അമ്മ എന്ന് പറയുന്ന കഥയൊന്ന് നോക്കാം. അമ്മ 20 പൈസയ്ക്ക് പച്ചക്കറി വാങ്ങി മടങ്ങുന്ന ആ വൃദ്ധയെ ഒരു കറുത്ത മെഴ്സഡീസ് കാറ് തള്ളിയിട്ടു. അവർക്ക് തന്റെ വലത്തേക്കാല് ചതഞ്ഞുവെന്ന് തോന്നി. പക്ഷെ അയ്യോ എന്ന് നിലവിളിക്കുവാൻ കൂടി നാവ് ഉയർന്നില്ല. വേദന അവരെ അത്ര കണ്ട് മരവിപ്പിച്ചിരുന്നു. കാർ ഒരു സിൽക്കാരത്തോടെ ധൃതിയിൽ ഓടിപ്പോയി. വൃദ്ധ ചിതറിക്കിടക്കുന്ന വെണ്ടയ്ക്കകളുടെ ഇടയിൽ ആ തെരുവിൽ ഒരു പൊളിഞ്ഞ പാവയെപ്പോലെ അങ്ങനെ കൊഴിഞ്ഞു കിടന്നു. വേദന എല്ലാ അവയവങ്ങളെയും മരവിപ്പിച്ചിരുന്നു.
എങ്കിലും എപ്പോഴും ഒരു കൊഴുത്ത വെള്ളം ഒഴുകിക്കൊണ്ടിരുന്ന ആ കണ്ണുകൾക്ക് മരവിച്ചു ഉണ്ടായിരുന്നില്ല. വെളുത്ത സാരിയിൽ ഒരു ചുവന്ന വൃത്തം വളർന്നു വികസിച്ചു വരുന്നത് അവർ നോക്കിക്കൊണ്ടിരുന്നു. തന്റെ സൈക്കിൾ നിർത്തി ഒരു പാൽക്കാരൻ അവരുടെ അടുത്തേക്ക് ചെന്നു. എന്തു പറ്റി അമ്മേ? അയാൾ ചോദിച്ചു. കാർ ആ വൃദ്ധയെ തട്ടിയിടുന്നത് അയാൾ കണ്ടിരുന്നു. അമ്മേ എന്ന വിളി കേട്ടപ്പോൾ വൃദ്ധയ്ക്ക് കുറച്ച് ശക്തി വീണ്ടു കിട്ടിയതുപോലെ അനുഭവപ്പെട്ടു. കാരണം കുറച്ചു കൊല്ലങ്ങളായി അവരെ അങ്ങനെ ആരും അസംബോധന ചെയ്തിട്ട്. 5-6 കൊല്ലങ്ങൾക്ക് മുമ്പ് തന്റെ മക്കൾ അമ്മേ അമ്മേ എന്ന് എത്ര തവണ വിളിച്ചിരുന്നു. അന്നവർ തന്നെ ഉപേക്ഷിച്ച് പുറം രാജ്യങ്ങളിലേക്ക് പോയിക്കഴിഞ്ഞിരുന്നില്ല. അന്ന് താനും സ്നേഹിക്കപ്പെട്ടവളായിരുന്നു. എത്ര തുണികൾ അലക്കിക്കഴിഞ്ഞു തന്റെ കൈകൾ കൊണ്ട്, എത്ര ഊണുകൾ ഉണ്ടാക്കിക്കഴിഞ്ഞു. ഇനിയും ചെയ്യാൻ ബാക്കിയൊന്നുമില്ലെന്ന സ്ഥിതിയായി. മക്കൾ ഭാര്യമാരെയും കൊണ്ട് രാജ്യം വിടുകയും ചെയ്തു. എന്താണ് പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, പാൽക്കാരൻ അവരുടെ നേർക്ക് തല കുനിച്ചുകൊണ്ട് പറഞ്ഞു. അയാൾ അവരെ സാവധാനത്തിൽ എഴുന്നേൽപ്പിച്ചിരുത്തി. അവരുടെ വലത്തെ കാലിൽ നിന്ന് അപ്പോഴും ചോര ഒഴുകിക്കൊണ്ടിരുന്നു. ചുവപ്പുള്ളതും ചൂടുള്ളതുമായ ചോര. രക്തത്തിന് നരയില്ലല്ലോ, വാർദ്ധക്യ ലക്ഷണങ്ങളില്ലല്ലോ. ഒരു പോലീസുകാരൻ അപ്പോഴേക്കും അവിടെ പുസ്തകങ്ങളുമായി പ്രത്യക്ഷപ്പെട്ടു. താനാണോ ഇവരെ വീഴ്ത്തിയിട്ടത്? അയാൾ പാൽക്കാരനോട് ചോദിച്ചു. ഇതെന്തു ഭ്രാന്ത്? പാൽക്കാരൻ പറഞ്ഞു. ഇവരെ ഒരു കറുത്ത ബിലാത്തിക്കാരാണ് വീഴ്ത്തിയിട്ടത്. അത് നിൽക്കാതെ ഓടിക്കളഞ്ഞു. ഞാൻ എന്തിനീ വൃദ്ധയെ വീഴ്ത്തിയിടുന്നു? എനിക്ക് കണ്ണില്ലെന്നുണ്ടോ? എനിക്ക് തലയ്ക്ക് നൊസ്സുണ്ടോ? ശരി ശരി, എന്നാൽ താനാണ് ഈ കേസിന്റെ ദൃക്സാക്ഷി, പോലീസുകാരൻ പറഞ്ഞു. പറയൂ, എന്താണ് പേര്? എന്റെ പേര് ബൊലേറാം എന്നാണ്. അച്ഛന്റെ പേരോ? അച്ഛന്റെ പേര് മോത്തിറാം. തന്റെ സ്വദേശം എവിടെയാണ്? ഇമാംഗഞ്ച്. ഇമാംഗഞ്ചോ? അതവിടെ കിടക്കുന്നു. ഇതെന്തൊരു ഭ്രാന്താണ്, പാൽക്കാരൻ അക്ഷമനായി പറഞ്ഞു. ഗയുടെ അടുത്താണല്ലോ ഇമാംഗഞ്ച്. ഇത്രയും കൂടി പോലീസുകാർക്ക് അറിയില്ലെന്നോ? അയ്യോ, എനിക്ക് തീരെ വയ്യ, വൃദ്ധ ആവലാതിപ്പെട്ടു. ഇവരെ വല്ല ഡോക്ടറെയും അടുത്ത് എത്തിക്കട്ടെ, പാൽക്കാരൻ പറഞ്ഞു. എന്നിട്ടാകാം തന്റെ ചോദ്യവും ഉത്തരവും. ഇവരുടെ കാലിൽ നിന്ന് ചോര ഒഴുകുന്നത് തനിക്ക് കാണാനില്ലേ? ചോദ്യങ്ങൾ മുഴുവനാക്കാതെ ഞാൻ എങ്ങനെ ഈ കേസ് റിപ്പോർട്ട് ചെയ്യും? പോലീസുകാരൻ ചോദിച്ചു. റിപ്പോർട്ട് ചെയ്യുന്നു. നിങ്ങൾക്കും ഒരമ്മയില്ലേ? ഈ വൃദ്ധയെ റോട്ടിൽ കിടത്തി മരപ്പിക്കാനാണോ തന്റെ ഉദ്ദേശം? മാറി നിൽക്കിൻ, ഞാനൊരു ടാക്സി വിളിക്കട്ടെ. അയ്യോ, എനിക്ക് തീരെ വയ്യല്ലോ, വൃദ്ധ ആവലാതിപ്പെട്ടു. പാൽക്കാരൻ ഒരു ടാക്സി നിർത്തി അതിലേക്ക് വൃദ്ധയെ താങ്ങി എടുത്തു വെച്ചു. ഡോക്ടറെ അടുത്തേക്ക്, അയാൾ ടാക്സി ഡ്രൈവറോട് പറഞ്ഞു. കാലിൽ നിന്ന് ചോര ഒലിക്കുന്നത് നിർത്തട്ടെ. 1/4 മണിക്കൂറായി ഇത് തുടങ്ങിയിട്ട്. ഇത് നിങ്ങളുടെ അമ്മയാണോ? ടാക്സി ഡ്രൈവർ ചോദിച്ചു. എന്റെ അമ്മയല്ല, പാൽക്കാരൻ പറഞ്ഞു. എന്റെ അമ്മയാണെങ്കിൽ ഈ വയ്യാത്ത കാലത്ത് പച്ചക്കറി വാങ്ങാൻ ഞാൻ അവരെ പുറത്തേക്ക് അയക്കുകയില്ല. ഇവരെ ഞാൻ ഇന്ന് ആദ്യം കാണുകയാണ്. ഒരു കറുത്ത ബിലാത്തിക്കാർ ഇവരെ തട്ടിയിട്ട് കാലാകെ ചതച്ചിരിക്കുന്നു. എനിക്ക് പലയിടത്തും പാലെത്തിക്കണം. നിങ്ങൾക്ക് ഞാൻ പണം തരാം. ഇവരെ ഒരു ഡോക്ടറെ അടുത്ത് എത്തിക്കാമോ? പണമൊന്നും വേണ്ട, ഞാൻ എത്തിക്കാം, ടാക്സി ഡ്രൈവർ പറഞ്ഞു. ഡോക്ടർ മുറിയിലേക്ക് താങ്ങിയെടുത്തുകൊണ്ടാണ് അയാൾ ആ വൃദ്ധയെ കൊണ്ടുചെന്നത്. എന്തു പറ്റി? ഡോക്ടർ ചോദിച്ചു. ഇവരെ ഒരു ബിലാത്തിക്കാർ വീഴ്ത്തിയിട്ടു, ഡ്രൈവർ പറഞ്ഞു. കാലിന്മേൽ ചതവ് പറ്റിയിരിക്കുന്നു. ഇവിടെ കിടക്കൂ അമ്മേ. ഡോക്ടർ ആ വൃദ്ധയെ കട്ടലിൽ പിടിച്ചു കിടത്തി. വീണ്ടും അമ്മേ എന്ന വിളി. വൃദ്ധ കണ്ണുകൾ മിഴിച്ച് ചുറ്റും നോക്കി. ഡോക്ടർ ആ മുറിഞ്ഞ കാല് പരിശോധിക്കുകയായിരുന്നു. അമ്മയ്ക്ക് വേദനിക്കുന്നുണ്ടോ? ഈ ചോദ്യം പണ്ടൊരിക്കലും താൻ കേട്ടുവല്ലോ, വൃദ്ധ ആലോചിച്ചു. പണ്ടൊരിക്കൽ താൻ തലവേദനിച്ചു കിടന്നപ്പോൾ 10 വയസ്സായ മകൻ വന്ന് അവന്റെ ചെറിയ കൈത്തലം തന്റെ നെറ്റിയിൽ വെച്ച് ചോദിച്ചു, അമ്മയ്ക്ക് വേദനിക്കുന്നുണ്ടോ? അവന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അവനു എത്ര വേഗത്തിൽ മറ്റൊരാളായി തീർന്നിരിക്കുന്നു. അവനെ കണ്ടിട്ട് തന്നെ എത്ര കൊല്ലങ്ങളായിരിക്കുന്നു. കണ്ടാൽ തനിക്ക് തിരിച്ചറിയാമോ? എന്താണ് പിറുപിറുക്കുന്നത്? ഡോക്ടർ ചോദിച്ചു. എനിക്ക് മനസ്സിലാവുന്നില്ല. വേദനിക്കുന്നുണ്ടോ? ഞാനിപ്പോൾ സമാധാനമാക്കി തരാം. അയാൾ ചോര കഴുകി തുടച്ച് ആ മുറിവ് കെട്ടി. എവിടെയാണ് താമസിക്കുന്നത്? അയാൾ ചോദിച്ചു. എവിടെയാണമ്മേ നിങ്ങളുടെ വീട്? ടാക്സി ഡ്രൈവർ ചോദിച്ചു. പഹാഡ്ഗഞ്ച്. അവിടെ നിങ്ങളെ ശുശ്രൂഷിക്കാൻ മക്കളൊക്കെ ഇല്ലേ? ഡോക്ടർ ചോദിച്ചു. വൃദ്ധ തലകുലുക്കി. ഞാൻ അവരെ വിളിപ്പിക്കണോ? ഡോക്ടർ ചോദിച്ചു. വേണ്ട, ഞാൻ പൊയ്ക്കോളാം, എനിക്ക് ഒക്കെ മാറി, വൃദ്ധ പറഞ്ഞു. അവരെ പേടിപ്പിക്കുന്നത് എന്തിനാണ്? ഞാൻ കൊണ്ടുപോയി ആക്കിത്തരണോ? വേണ്ട, ഞാൻ എൻ്റെ വണ്ടിയിൽ കൊണ്ടുപോകാം, ടാക്സി ഡ്രൈവർ പറഞ്ഞു. അയാൾ അവരെ വീണ്ടും താങ്ങിപ്പിടിച്ച് കാറിൽ കയറ്റിയിരുത്തി. പെണ്ടയ്ക്കൊക്കെ പോയി, വൃദ്ധ പിറുപിറുത്തു. പഹാഡ്ഗഞ്ചിൽ അവർ കാണിച്ച വീടിന് മുമ്പിൽ കാറ് നിർത്തിക്കൊണ്ട് ഡ്രൈവർ പറഞ്ഞു.
അമ്മയെ മക്കളുടെ അടുത്താക്കിയിട്ടേ ഞാൻ മടങ്ങുകയുള്ളൂ. അതൊന്നും വേണ്ട മകനെ, വൃദ്ധ പറഞ്ഞു. വെറുതെ കുട്ടികൾ പേടിക്കും. എന്റെ വേദനയൊക്കെ മാറി. ഞാൻ തന്നെ പൊക്കോളാം. അവർ തന്റെ കഴുത്തിൽ കെട്ടിയ ചരടിൽ തൂങ്ങിയിരുന്ന ഒരു താക്കോലുകൊണ്ട് വാതിൽ തുറന്ന് അകത്ത് കടന്നു. ടാക്സി ഡ്രൈവർ മടങ്ങിപ്പോയി. വൃദ്ധ മുറിയിൽ കണ്ണോടിച്ചു. അല്ല, വെള്ളം എടുത്തു വെക്കാൻ താൻ മറന്നുവെന്നോ? പച്ചക്കറിയുമില്ല, വെള്ളവുമില്ല. ഇന്ന് തനിക്ക് പട്ടിണി തന്നെ. അവർ വെറും നിലത്ത് ഒരു പായ കൂടി വിരിക്കാൻ മെനക്കെടാതെ കിടന്നു. കരിഞ്ഞ മരങ്ങളുടെ വേരുകൾ മണ്ണിൽ നിന്ന് പിടി വിടുവിച്ചു മേൽപോട്ട് ഉയരുന്നതുപോലെ ആ കൈവിരലുകൾ ഒരു നിശ്ചലതയോടെ മേൽപോട്ട് വളഞ്ഞു കിടക്കുന്നു. കണ്ണുകളിൽ നിന്നും കണ്ണുനീർ കലർന്ന ഒരു കൊഴുത്ത വെള്ളം ഒലിച്ചുകൊണ്ടിരുന്നു. താൻ എല്ലാം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു, അവർ തന്നെത്താൻ പറഞ്ഞു. എത്ര തുണികൾ അലക്കിക്കഴിഞ്ഞു, എത്ര ഊണുകൾ ഉണ്ടാക്കി ഊട്ടി, എത്ര തവണ ഉറക്കമൊഴിച്ചിരുന്നു. കുട്ടികളെ ശുശ്രൂഷിച്ചു. ഇപ്പോൾ അവരെല്ലാം വളർന്ന് അച്ഛന്മാരായി. ഇപ്പോൾ തന്നെ കൊണ്ട് ആർക്കും ഒരാവശ്യമില്ലാതായി. കറുത്ത കാറിന് അതറിയാമായിരുന്നു. അമ്മയ്ക്ക് വേദനിക്കുന്നുണ്ടോ? 10 വയസ്സായ മകൻ കണ്ണീരൊഴുകുന്ന മുഖത്തോടെ തന്നോടാണ് ആ ചോദ്യം ചോദിച്ചത്. അന്നവൻ തന്നെ സ്നേഹിച്ചിരുന്നു. വൃദ്ധയ്ക്ക് പെട്ടെന്ന് ചിരിക്കുവാൻ തോന്നി. കാരണം കിട്ടാത്ത ഒരാനന്ദം. തണുപ്പ്. മാധവിക്കുട്ടി. പാഠവിശകലനം. മനുഷ്യ മനസ്സിന്റെ വിഹുലതകളെ ഒരു മടിയുമില്ലാതെ തുറന്നെഴുതിയ കഥാകാരിയാണ് മാധവിക്കുട്ടി. തനിക്കു ചുറ്റും നടക്കുന്ന സ്നേഹമില്ലായ്മയുടെ പൊള്ളത്തരങ്ങൾ തുറന്നു കാണിക്കാൻ മാധവിക്കുട്ടി എപ്പോഴും തന്റെ കൃതികളിലൂടെ ശ്രമിച്ചിരുന്നു. ഈ കൃതിയിൽ അവതരിപ്പിക്കുന്ന അമ്മ എന്ന കഥാപാത്രം മക്കളുടെ സ്നേഹത്തിനു വേണ്ടി കൊതിക്കുന്നു എന്നത് സ്പഷ്ടമാണ്. പച്ചക്കറി മേടിച്ചു വരുമ്പോൾ വില കൂടിയ ഒരു കാർ അവരെ ഇടിച്ചു വീഴ്ത്തി. വാഹനം നിർത്തി അവർക്ക് ആവശ്യമായ വൈദ്യസഹായം എത്തിച്ചു കൊടുക്കുവാൻ പോലും കൂട്ടാക്കാതെ അതിവേഗത്തിൽ ഓടിച്ച് കടന്നു കളയുകയാണ് ചെയ്യുന്നത്. മനുഷ്യത്വത്തിന്റെ അളവുകോൽ സമ്പന്നതയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതായി നമുക്ക് കാണാം. വാഹനാപകടത്തിൽ താഴെ വീണ് കിടന്ന് വിലപിക്കുന്ന അമ്മയുടെ അടുത്തേക്ക് ഓടിച്ചെല്ലുന്നത് ബോലേറാം എന്ന പാൽക്കാരനാണ്. അയാൾ അവരെ വിളിക്കുന്നത് അമ്മയെന്നാണ്. അമ്മ എന്നുള്ള വിളി ആ അമ്മയിലും വായനക്കാരായ നമ്മളിലും ഒരു പ്രത്യേക അനുഭൂതി നിറയ്ക്കുന്നു. ആ അമ്മയുടെ വേദന പോകുന്നു എന്ന് സൂചിപ്പിക്കുന്നതിൽ നിന്നും അമ്മേ എന്നുള്ള ആ വിളി അവർ എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ടെന്ന് നമുക്ക് തിരിച്ചറിയാം. തൻ്റെ മക്കളെക്കുറിച്ച് ഓർക്കുന്ന ആ വൃദ്ധ നമ്മുടെ മനസ്സിലൊരു നൊമ്പരമായി മാറുന്നു. ഇതുപോലുള്ള അമ്മമാരെ നമ്മൾ നിത്യേന കാണാറുണ്ട്. പിന്നീട് ഒരു പോലീസുകാരൻ അമ്മയുടെ കാര്യങ്ങൾ തിരക്കുന്നുണ്ടെങ്കിലും പാലുകാരനായ ബോലേറാം തന്നെയാണ് ടാക്സി വിളിച്ച് അമ്മയെ ആശുപത്രിയിൽ എത്തിക്കുന്നത്. പോലീസുകാരന്റെ നിഷ്ക്രിയത്വത്തെ നിശിതമായി വിമർശിക്കുക കൂടിയാണ് കഥാകാരി ചെയ്യുന്നത്. ടാക്സിക്കാരനോട് അമ്മയെ ആശുപത്രിയിൽ എത്തിക്കാമോ എന്ന് പാൽക്കാരൻ ചോദിക്കുമ്പോൾ അതിന് സമ്മതിക്കുകയും പണം വാങ്ങാതെ തന്നെ ആ അമ്മയെ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്യുന്ന ടാക്സിക്കാരന്റെ പ്രവൃത്തി മനുഷ്യത്വത്തിന്റെ പ്രതീകമായി നമ്മളിൽ തെളിയുന്നു. ഇന്നത്തെ സാഹചര്യത്തിൽ ആർക്കും ഒരു ഉപകാരം ചെയ്യാൻ മടിക്കാത്ത ആളുകൾക്കിടയിൽ ടാക്സിക്കാരന്റെ പ്രവൃത്തി നമ്മളിൽ ഉത്തരവാദിത്വ ബോധം വളർത്തുവാൻ ഉതകുന്നതാണ്. അമ്മയ്ക്ക് വേദനിക്കുന്നുണ്ടോ എന്ന ചോദ്യം അവരെ തന്റെ മകന്റെ ഓർമ്മകളിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. ഡോക്ടറും ഡ്രൈവറും അവരെ വളരെ ശ്രദ്ധയോടെ പരിചരിക്കുകയും ചെയ്യുന്നു. അപ്പോഴൊക്കെ തന്നെ ഉപേക്ഷിച്ചു പോയ മക്കളുടെ ഓർമ്മ അവരിലേക്ക് കടന്നു വരുന്നു. പക്ഷെ അത് മറ്റാരും അറിയാതിരിക്കാനും അവർ ശ്രമിക്കുന്നു. തന്റെ വീട്ടിൽ തന്നെ നോക്കാൻ ആരുമില്ല എന്നത് അവർ മറ്റുള്ളവരിൽ നിന്ന് മറച്ചു പിടിക്കുന്നുണ്ട്. ടാക്സി ഡ്രൈവർ അവരെ വീട്ടിൽ കൊണ്ടു വിടാൻ പോകുമ്പോൾ വൃദ്ധ സങ്കടപ്പെടുന്നത് തന്റെ നഷ്ടപ്പെട്ടു പോയ വെണ്ടയ്ക്കകളെ ഓർത്താണ്. വെള്ളം എടുത്തു വെക്കാൻ പറ്റാത്തതുകൊണ്ട് ദാഹമകറ്റാനും വെണ്ടയ്ക്ക നഷ്ടപ്പെട്ടതുകൊണ്ട് വിശപ്പകറ്റാനും ഒന്നുമില്ലാതെ പട്ടിണിയോടുകൂടി അവർ വെറും നിലത്ത് കിടക്കുന്നു. ദാരിദ്ര്യത്തിന്റെ മുഖചിത്രമായി മാറുന്ന വൃദ്ധ നമ്മളിൽ നൊമ്പരമുണർത്തുന്നു. അവരെ കഥാകാരി വിവരിക്കുന്നത് കരിഞ്ഞ മരങ്ങളുടെ വേരുകൾ മണ്ണിൽ നിന്നു പിടിവിടുവിച്ചു എന്ന വരികളിലൂടെയാണ്. ഏതു നിമിഷവും ജീവിതം അവസാനിക്കാവുന്ന അവരുടെ അവസ്ഥ ഈ വരികളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു. കണ്ണിൽ നിന്ന് ഒഴുകുന്ന കണ്ണുനീർ അവരുടെ നിസ്സഹായതയും വേദനയും അതിസുന്ദരമായി തന്നെ വർണ്ണിച്ചിരിക്കുന്നു. ഇത്ര കഷ്ടത അനുഭവിക്കുന്ന ഈ അവസരത്തിൽ പോലും തന്റെ മക്കൾ തന്നെ പരിപാലിക്കുന്നില്ല എന്ന കാര്യവും അവർ സ്വന്തം കാര്യം നോക്കി തന്നെ ഒറ്റപ്പെടുത്തി പൊയ്ക്കളഞ്ഞു എന്ന വസ്തുതയും അവർ മറ്റുള്ളവരിൽ നിന്ന് മറച്ചു പിടിക്കുന്നു. മക്കൾ എത്ര തെറ്റ് ചെയ്താലും അതെല്ലാം സഹിച്ച് മക്കളിൽ കുറ്റം ആരോപിക്കാത്ത വാത്സല്യനിധിയായ അമ്മയെ നമ്മുടെ മുമ്പിൽ വരച്ചിടുന്നതിലൂടെ കഥാകാരി നമ്മളെ കൊണ്ടെത്തിക്കുന്നത് നമ്മൾ നമ്മുടെ അമ്മയ്ക്ക് വേണ്ടി എന്തു ചെയ്യുന്നു എന്ന ചോദ്യത്തിലേക്കാണ്. താൻ ജീവിതത്തിൽ മക്കൾക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ അവർ ചിന്തിക്കുന്നു. പക്ഷെ അവർ വളർന്നു വലുതായപ്പോൾ തന്നെ ഉപേക്ഷിച്ചു പോയി എന്ന് സൂചിപ്പിക്കുന്നതിനോടൊപ്പം കറുത്ത കാറും അത് മനസ്സിലാക്കി എന്നാണ് വ്യക്തമാക്കുന്നത്.
കറുത്ത നിറമുള്ള കാർ മരണത്തിന്റെ സൂചനയായി വേണമെങ്കിൽ നമുക്ക് കണക്കാക്കാം. അമ്മത്തൊട്ടിൽ എന്ന റഫീഖ് അഹമ്മദിന്റെ കവിതയിൽ അമ്മയെ ഉപേക്ഷിക്കാനായി കൊണ്ടുപോകുന്ന മകൻ ഇതേപോലെ നമ്മളിൽ നൊമ്പരമുണർത്തുന്നുണ്ട്. ഇതുപോലുള്ള പല കാഴ്ചകളും ഇന്ന് നമുക്ക് ചുറ്റും കാണാനാവുന്നുണ്ട്. വീട്ടിലെ മൃഗങ്ങളെ ഉപേക്ഷിക്കാൻ കൊണ്ടുപോകുന്ന രീതിയിൽ അമ്മമാരെയും അച്ഛന്മാരെയും ഉപേക്ഷിക്കുന്ന ഒരു തലമുറയായി നമ്മൾ മാറിയിരിക്കുന്നു. ഈ കാഴ്ചകൾ നമ്മൾക്കുള്ള ഓർമ്മപ്പെടുത്തലുകളാണ്. പഴുത്ത ഇല വീഴുമ്പോൾ പച്ചില ചിരിക്കുന്നു. നമുക്കും ഇത് തന്നെ സംഭവിക്കാം. നിങ്ങൾക്കെല്ലാവർക്കും ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ചോദ്യോത്തരങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.